പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിൽ വേളിക്കുന്നുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന 6.5 ഏക്കറുകളിലായി പരന്നു കിടക്കുന്ന പത്മനാഭപുരം കൊട്ടാര സമുച്ചയം ഇന്ത്യയിലെ ഏറ്റവും അതിശയകരവും ചരിത്രപരവുമായ കൊട്ടാര സമുച്ചയങ്ങളിലൊന്നാണ്. 16-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ പണി കഴിപ്പിച്ച ഈ മനോഹരമായ കൊട്ടാരം ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക വാസ്തുവിദ്യാ പൈതൃകത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. 1592 മുതൽ 1609 വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഇരവിപിള്ള കുലശേഖര പെരുമാളാണ് AD 1601 പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടത്. 1986 ഈ കൊട്ടാരം ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചു. കൊട്ടാരത്തിൻ്റെ ഭരണകാര്യങ്ങൾ നോക്കി നടത്തുന്നത് കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പാണ്. കേരളത്തിൻ്റെ സൗന്ദര്യവും പൈതൃകവും പ്രദർശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ തക്കലയിൽ നിന്നും 2 കിലോമീറ്റർ കിഴക്കായി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നു. കൊട്ടാരത്തിൻ്റെ പുറം ഭാഗത്ത് ഒരു വലിയ ഉദ്യാനവും കാണാം. കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവും കാണാം. പത്മനാഭപുരം കൊട്ടാരം പൂർണ്ണമായും മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റൊരാകർഷണം മണിമേടയാണ്. മണിനാദം 2 കിലോമീറ്റർ ചുറ്റളവിൽ കേൾക്കാമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് പൂമുഖമാളിക. ഏഴ് കഷ്ണങ്ങളായി പൊളിക്കാവുന്ന കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കട്ടിൽ ഇവിടെ കാണാം. മഹാരാജാവിന് സമ്മാനമായി ലഭിച്ച ഒരു ചൈനീസ് നിർമ്മിത കസേരയും ഇവിടെ കാണാം. പൂമുഖമാളികയിൽ പ്രവേശിക്കുമ്പോൾ മേൽക്കൂരയിൽ 90 വ്യത്യസ്ത ഇനം പൂക്കളുള്ള കൊത്തുപണികൾ ചെയ്തിട്ടുള്ളതായി കാണാം. ഇതാണ് കുതിരക്കാരൻ വിളക്ക്. വെളിച്ചം ആവശ്യമുള്ള ദിക്കിലേക്ക് തിരിക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മഹാഗണി കൊണ്ടുണ്ടാക്കിയ ഓണവില്ലാണിത്. അനന്തശയനം വരച്ചിട്ടുള്ള ഈ ഓണവില്ലുകൾ ഓണക്കാലങ്ങളിൽ നാട്ടുപ്രഭുക്കന്മാർ രാജാവിന് കാഴ്ചവെച്ചിരുന്നതായാണ് പറയപ്പെടുന്നത്. പടികൾ കയറി ചെല്ലുമ്പോൾ മന്ത്രശാലയിലേക്കാണ് എത്തിച്ചേരുന്നത്. മഹാരാജാവ് ഭരണപരമായ സുപ്രധാന തീരുമാനങ്ങൾ ബന്ധപ്പെട്ടവരും മന്ത്രിമാരുമായി കൂടിയാലോചിച്ച് എടുത്തിരുന്നത് ഇവിടെ വെച്ചാണ്. മന്ത്രശാല ഇപ്പോഴും അതിൻ്റെ രാജകീയ മനോഹാരിതയും സൗന്ദര്യവും നിലനിർത്തുന്നു. വായുസഞ്ചാരത്തിനായി 11 കിളിവാതിലുകൾ ഇവിടെ കാണാം. സുർക്കി, ചുണ്ണാമ്പ്, ആറ്റുമണൽ, ശർക്കര, കടുക്ക, നീലമരി, ചിരട്ടക്കരി എന്നിവ ചേർത്താണ്
തറ നിർമ്മിച്ചിരിക്കുന്നത്. മുന്നോട്ട് നടക്കുമ്പോൾ ഊട്ടുപുരയിൽ എത്തിച്ചേരും. 2 നിലകളിലായി 2000 പേർക്ക് അന്നദാനത്തിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പണ്ടുകാലത്ത് ചൈനീസ് നിർമ്മിതമായ ഭരണികളും ഇവിടെ കാണാം. പരന്നുകിടക്കുന്ന കൊട്ടാര സമുച്ചയത്തിൽ നിരവധി കെട്ടിടങ്ങൾ ഉൾക്കൊള്ളുന്നു. ഓരോന്നിനും അതിൻ്റേതായ വാസ്തുവിദ്യയും പ്രാധാന്യവുമുണ്ട്. മരത്തൂണുകളും മനോഹരമായ നടുമുറ്റങ്ങളും സങ്കീർണമായ കൊത്തുപണികളുമുള്ള കൊട്ടാരം പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ടതാണ്. തെക്കേ കൊട്ടാരം, വലിയ ഊട്ടുപുര, വേപ്പിൻമൂട് കൊട്ടാരം, ആയുധപ്പുര, പ്ലാമൂട് കൊട്ടാരം, തെക്കേത്തെരുവ് മാളിക, ഹോമപ്പുര, പന്തടിക്കളം മാളിക, ഇന്ദ്രവിലാസം എന്നിവയാണ് കൊട്ടാര സമുച്ചയത്തിൽ ഉൾപ്പെടുന്ന പ്രധാന നിർമ്മിതികൾ. നവരാത്രി മണ്ഡപത്തോട് ചേർന്ന് സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കല്ലിൽ ദ്രാവിഡ വാസ്തുവിദ്യയുടെ ഭംഗി ശരിക്കും കാണാൻ കഴിയുന്നത് നവരാത്രി മണ്ഡപത്തിലാണ്. വിജയനഗരത്തിൻ്റെ ശൈലിയിലാണ് ഒറ്റക്കല്ലിൽ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റക്കല്ലിൽ കൊത്തിയ മനോഹര ശില്പങ്ങളും ഇവിടെ കാണാം. ഇത് തായ് കൊട്ടാരം എന്നറിയപ്പെടുന്നു. കൊട്ടാരത്തിൻ്റെ കന്നിമൂലയായ ഇവിടെ വരിക്കപ്ലാവിൻ തടിയിൽ തീർത്ത തൂണും മനോഹരമായ കൊത്തുപണികളും കാണാം. അതിമനോഹരമായ മേൽക്കൂരയും ഇവിടുത്തെ മറ്റൊരാകർഷണമാണ്.
ഇടനാഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ നടുമുറ്റത്താണ് എത്തിച്ചേരുന്നത്. ഇവിടെ ഒരു തുരങ്കപാത കാണാം. ആപത്ഘട്ടത്തിൽ രക്ഷാമാർഗം ചാരോട് കൊട്ടാരം വരെ 2 കിലോമീറ്റർ ദൂരമുള്ള ഈ തുരങ്കം ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഇതാണ് അന്തർജനങ്ങൾ ഉപയോഗിച്ചിരുന്ന പ്രദേശം. അവർ ഉപയോഗിച്ചിരുന്ന ആട്ടുകട്ടിലും ഇവിടെ കാണാം. വീണ്ടും ഇടനാഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ സമുച്ചയത്തിലെ ഏറ്റവും ആദരണീയമായതും ഉയരം കൂടിയതുമായ ബഹുനില നിർമ്മിതിയായ ഉപരിക മാളികയിൽ എത്തിച്ചേരും. ഇവിടെ കാണപ്പെടുന്ന മറ്റൊരു അമൂല്യമായ ആകർഷണമാണ് രാജാവ് ഉപയോഗിച്ചതായി കരുതപ്പെടുന്ന 64 ഇനം ഔഷധത്തടികൾ കൊണ്ട് നിർമ്മിച്ച സപ്രപഞ്ചക്കട്ടിൽ. ഡച്ചു മാതൃകയിലുള്ള ഡ്രാഗൺ തലയും സിംഹത്തിൻ്റെ ഉടലും മയിലിൻ്റെ ഉടലും കൊത്തുപണികൾ ചെയ്ത മേൽക്കൂരയാണ് ഇവിടുത്തെ മറ്റൊരു സവിശേഷത. ഇത് മുഖപ്പ് എന്നറിയപ്പെടുന്നു. പൂമുഖത്തിൻ്റെ കവാടങ്ങളിൽ സ്ഥാപിക്കാൻ ഉപയോഗിക്കുന്നതാണ് തടിയിൽ തീർത്ത മനോഹരമായ മുഖപ്പ്. കല, സംസ്കാരം, ചരിത്രം എന്നിവയിൽ താൽപ്പര്യമുള്ളവർ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരിടമാണ് പത്മനാഭപുരം കൊട്ടാരം. കൊട്ടാര സമുച്ചയത്തിലേക്കുള്ള ഒരു സന്ദർശനം കാലത്തിലൂടെയുള്ള ഒരു യാത്രയും ജീവിതകാലം മുഴുവൻ നിങ്ങൾ സൂക്ഷിക്കുന്ന ഒരു അനുഭവവുമാണ്. പത്മനാഭപുരം കൊട്ടാരം ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്.